Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss the second chapter of class 8 students, and our chapter name is Combustion and Flame. In our previous class, we discussed up to that types of combustion. Okay, so നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ types of combustion വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Today we are going to start the portion flame. Okay, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് flame എന്നതാണ്. So in that portion we need to discuss structure of flame. അപ്പം അതിനകത്ത് ഈ ഫ്ലെയിമിന്റെ ഘടന എന്നൊരു പോർഷൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ബിഫോർ ദാറ്റ് മൂവിങ് ടു ദാറ്റ് പോർഷൻ, ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും ഒരു ക്യാൻഡിൽ ഫ്ലെയിമും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വരുന്ന ഫ്ലെയിം ഉണ്ടല്ലോ, ആ രണ്ട് ഫ്ലെയിമും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ രണ്ടിന്റെയും ഫ്ലെയിമിന്റെ കളേഴ്സ് ഒന്ന് തന്നെയാണോ? ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഫ്ലെയിമിന്റെ കളറും ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്യാൻഡിൽ ഫ്ലെയിമിന്റെ കളറും ഒന്ന് തന്നെയാണോ? നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും രണ്ടിൽ നിന്നും വരുന്ന ആ ഫ്ലെയിമിന്റെ നിറത്തിൽ എന്തുണ്ട്, വ്യത്യാസം ഉണ്ട് അല്ലെ? ഉറപ്പായിട്ടും വ്യത്യാസമില്ലേ? അപ്പം നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് സ്റ്റവിൽ നിന്നിട്ട് നമുക്ക് എന്താണ്, നല്ലൊരു ബ്ലൂ കളറിലുള്ള ഫ്ലെയിം ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ക്യാൻഡിൽ ഫ്ലെയിം എങ്ങനെയാണ്, ഏകദേശം ഒരു യെല്ലോയിഷ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? അതുപോലെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പം ഈ നിറവ്യത്യാസത്തിന് കൃത്യമായ കാരണമുണ്ട്. അതെന്താണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഈ സ്ട്രക്ചർ ഓഫ് ഫ്ലെയിമിലൂടെ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പിട്ട് കുറച്ച് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതാണ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ തന്നിരിക്കുന്നതാണ് ക്യാൻഡിൽ. ഓക്കെ, അപ്പൊ ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വലിയ സംശയമൊന്നും ഇല്ലല്ലോ. ക്യാൻഡിൽ ബേൺ ചെയ്താൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് മഗ്നീഷ്യം. അപ്പൊ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത കുട്ടികളായിരിക്കും നിങ്ങൾ. മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യുന്നുണ്ട്, ബേൺ ചെയ്യും. ഒരു ബ്രില്യൻ വൈറ്റ് ലൈറ്റിലാണ് മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യുന്നത്, ബേൺ ചെയ്യുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോംസ് ഫ്ലെയിം. ആ മഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെയിമിനെ ഫോംസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാംഫർ. ക്യാംഫർ മീൻസ് എന്താണ്, കർപ്പൂരം. കർപ്പൂരം കത്തിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെയിം ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് വൺ ആണ് കെറോസിൻ. മണ്ണെണ്ണ കത്താറില്ലേ, ഉണ്ട്. അതേസമയം നമ്മൾ ഈ നോക്കുന്ന ചാർക്കോൾ എന്ത് ചെയ്യാറില്ല, ബേൺ ചെയ്യാറില്ല അല്ലെങ്കിൽ കത്താറില്ല. അവിടെ ഒരു ഫ്ലെയിം ആയിട്ട് അത് എന്ത് ചെയ്യാറില്ല, പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ഗ്ലോ മാത്രമേ എവിടെ നിന്ന് ഫോം ചെയ്യാറുള്ളൂ, ചാർക്കോളിൽ നിന്ന് ഫോം ചെയ്യാറുള്ളൂ. അപ്പം ചാർക്കോൾ ഡസ് നോട്ട് ഫോംസ് ഫ്ലെയിംസ്. ഓക്കെ, ചാർക്കോൾ ഡസ് നോട്ട് ഫോംസ് ഫ്ലെയിം. ചാർക്കോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാത്തതിനും ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കൃത്യമായിട്ട് കാരണം ഉണ്ട്. അതെന്തെന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പം ഫ്ലെയിമിന്റെ നിറവ്യത്യാസത്തിന് കാരണമുണ്ട്. ദെൻ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട്, ഫ്ലെയിം ചില വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യാതെ ജസ്റ്റ് ഗ്ലോ മാത്രം കാണിക്കുന്നത് എന്തുകൊണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി, സ്ട്രക്ചർ ഓഫ് ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ലൈറ്റഡ് ക്യാൻഡിലിന് മുമ്പിലേക്ക് നമുക്കൊരു ഗ്ലാസ് റോഡ്, ഓക്കെ, ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരണം. എന്നിട്ട് ഈ ലൈറ്റഡ് ക്യാൻഡിലിന്റെ അതിന്റെ ഒരു ഇമേജ് ആണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങ് കൺസിഡർ ചെയ്യുക, ഇത് എന്താണ്, ഒരു ലൈറ്റഡ് ക്യാൻഡിൽ ആണ്. അപ്പം ഇതെന്ത്, ഒരു ഗ്ലാസ് റോഡ്. ഇതിന്റെ ഏകദേശം ഉള്ളില്, നമ്മൾ ആ ഫ്ലെയിമിന്റെ ഔട്ട് സൈഡിലല്ല, ഏകദേശം ഒരു ആ ത്രെഡുമായിട്ട് അടുത്ത് വരുന്ന ഒരു പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലാസ് റോഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ മറ്റൊരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മാറ്റ് സ്റ്റിക്ക്. ഓക്കെ, ആ മാറ്റ് സ്റ്റിക്കിന്റെ ഫ്ലെയിമിന്റെ ഔട്ടർ സോണിലാണ് നമ്മൾ എന്തുമായിട്ട് അറ്റാച്ച്മെന്റിൽ വരുന്നത്, ഈ ഗ്ലാസ് റോഡ് അതുമായിട്ടാണ് ഒരു കോണ്ടാക്റ്റിൽ വരുന്നത്. നിങ്ങൾ കുറച്ച് സമയം ഇതൊന്ന് കണ്ടിന്യൂസ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻഡിൽ ഫ്ലെയിമിന്റെ ഉള്ളിലാണ് നമ്മളത് വെച്ചിരിക്കുന്നതെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, കുറച്ച് ഡാർക്ക് ബ്ലാക്ക് സബ്സ്റ്റൻസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇതിന്റെ മറ്റേ എൻഡിൽ നമ്മൾ ഏകദേശം മാറ്റ് സ്റ്റിക്കിന്റെ ഔട്ടർ സോണിലാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ ഗ്ലാസ് റോഡ്. അപ്പം ഇത് ഏകദേശം നല്ലൊരു ഹോട്ടായിട്ട്, അത്യാവശ്യം നല്ലതായിട്ട് എന്താ, ഒരു റെഡ് ആയിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ ഉരുകി വരുന്ന ഒരു അവസ്ഥയെന്ന് പറയത്തില്ലേ, അത്യാവശ്യം ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ രണ്ടും നമ്മൾ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഫ്ലെയിമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ പോലും ഒരിടത്ത് ഒരു ഡാർക്ക് സബ്സ്റ്റൻസ്, ബ്ലാക്ക് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. അതേസമയം അടുത്ത പോർഷനിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പോലെ തീ നന്നായിട്ട് അത് ക്യാച്ച് ചെയ്തിട്ട്
അത് ഏകദേശം ഹോട്ടായിട്ട് വരുന്ന റെഡ് ഹോട്ടൊക്കെ ആ ഒരു പോർഷൻ പോലെയായി വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഡിഫറൻസ് ഉള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇനി അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കണ്ടെത്താം. എന്താണ്, എന്തുകൊണ്ടാണ് ചില വസ്തുക്കൾ ബേൺ ചെയ്യുമ്പോൾ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചിലത് ബേൺ ചെയ്യുമ്പോൾ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ എന്താണ്, സബ്സ്റ്റൻസസ് വിച്ച് ഫോം ഫ്ലെയിംസ് at that time, that burning time they will vaporize and produce flame. ബേണിംഗ് ടൈമിൽ അത് എന്ത് ചെയ്യണം, വേപ്പറൈസ് ആവുന്നവ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്, വേപ്പറൈസ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാൻഡിൽ എന്ത് ചെയ്യുന്നത്, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഒരു ചാർക്കോൾ ബേൺ ചെയ്യുന്ന ടൈമിൽ അത് എന്താകുന്നില്ല, വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. വേപ്പറൈസ് ആകാത്തത് കൊണ്ടാണ് ചാർക്കോൾ എന്ത് ചെയ്യാത്തത്, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. അപ്പം ബേണിംഗ് ടൈമിൽ വേപ്പറൈസ് ആകുന്ന വസ്തുക്കളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേണിംഗ് ടൈമിൽ വേപ്പറൈസ് ആകാത്ത വസ്തുക്കൾ എന്ത് ചെയ്യില്ല, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ദാറ്റ്സ് വൈ ചാർക്കോൾ ഫോംസ് ഫ്ലെയിം ബട്ട് ചാർക്കോൾ ഡസ് നോട്ട് ഫോം ഫ്ലെയിംസ്. അതുകൊണ്ടാണ് ചാർക്കോൾ എന്ത് ചെയ്യാത്തത്, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യാത്തത്. കാരണം ചാർക്കോളിന്റെ ബേണിംഗ് ടൈമിൽ അത് എന്താകുന്നില്ല, വേപ്പറൈസ് ആകുന്നില്ല. ഓക്കെ, അതേസമയം ക്യാൻഡിൽ ആണെങ്കിൽ ബേണിംഗ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേപ്പറൈസ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം വേപ്പറൈസ് ആകുന്ന വസ്തുക്കൾ, ബേണിംഗ് ടൈമിൽ വേപ്പറൈസ് ആകുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യും. വേപ്പറൈസ് ആകാത്ത വസ്തുക്കൾ എന്ത് ചെയ്യില്ല, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാൻഡിൽ ആൻഡ് ചാർക്കോൾ. സോ ക്യാൻഡിൽ ബേൺസ് വിത്ത് ഫ്ലെയിം but charcoal does not form flames. That's the difference between burning of candle and charcoal. Okay, charcoal burn ചെയ്യുമ്പോൾ ജസ്റ്റ് ഗ്ലോ ചെയ്യുക മാത്രമേ ഉള്ളൂ. കാരണം അത് എന്ത് ചെയ്യുന്നില്ല, വേപ്പറൈസ് ആകുന്നില്ല. അതേസമയം ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേപ്പറൈസ് ആകുന്നത് കൊണ്ട് തന്നെ അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ആക്ടിവിറ്റി, അതിന്റെ തന്നെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതേ ക്യാൻഡിൽ ഫ്ലെയിമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് റോഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഇതിനകത്ത് നമ്മൾ എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ലൂമിനസ് സോണിൽ എന്ത് ചെയ്യാനാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഒരു ഫ്ലെയിമിന് പല സോൺസ് ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഫ്ലെയിമിന് പല സോൺസ് ഉണ്ട്. അപ്പം ഈ നോൺ ലൂമിനസ് സോൺ എന്ന് പറയുമ്പം ലൂമിനസ് സോൺ എന്ന് പറയുമ്പം ഇതിന്റെ ഏകദേശം ഒരു മിഡിൽ പോർഷൻ എന്ന് പറയാം കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ കുറെ സമയം കഴിഞ്ഞ് നമ്മൾ ഈ ഗ്ലാസ് റോഡ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഗ്ലാസ് റോഡ് ഇന്ന് മാറ്റിയെന്ന് കരുതുക. അപ്പം ഈ ഒരു പോർഷനിൽ ഒരു കരി പിടിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇവിടെ പറ്റി പിടിച്ച് വരുന്ന കരിയെ നമ്മൾ പറയുന്ന പേരാണ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ്. So that darkish substance indicate the presence of unburned carbon particles in luminous zone. Luminous zone എന്തുണ്ട്, കത്താത്ത കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്താൻ സാധിക്കും. കാരണം ആ സോണിൽ നമ്മൾ ഒരു ഗ്ലാസ് റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ അത് എടുക്കുമ്പം അവിടെ റിങ്സ് ആയിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഈ ഔട്ടർ സോണിനെ നമ്മൾ പറയുന്ന പേരാണ് ഈ നോൺ ലൂമിനസ് സോൺ എന്നാണ് നമ്മൾ ഇനി ഔട്ടർ സോണിനെ പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോപ്പർ വയർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഒരു കോപ്പർ വയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു പോർഷൻ എന്താവും, റെഡ് ഹോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറേ നേരം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ആ കോപ്പർ വയർ റെഡ് ഹോട്ട് ആയിട്ട് മാറും. അപ്പം മെറ്റൽസിന്റെ ഒക്കെ ഒരു ബോയിലിംഗ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹൈ ആണ് അല്ലെ. അപ്പം അതിനെ ഒരു റെഡ് ഹോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സോണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോട്ട്നെസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കണം അല്ലെ. അപ്പം അതെന്തായിരിക്കണം, ആ സോണിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ ലൂമിനസ് സോൺ. ഔട്ടർ മോസ്റ്റ് സോൺ ഓഫ് എ ഫ്ലെയിം ഈസ് നോൺ ആസ് നോൺ ലൂമിനസ് സോൺ ആൻഡ് ദാറ്റ് ഈസ് ദ ഹോട്ടസ്റ്റ് സോൺ ഓഫ് എ ഫ്ലെയിം. അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സോണിന്റെ ഒരു ഫ്ലെയിമിന്റെ ഹോട്ടസ്റ്റ് സോൺ എന്ന് പറയുന്നതാണ് ദ ഔട്ടർ മോസ്റ്റ് സോൺ ആൻഡ് ദ സോൺ നെയിം ഈസ് നോൺ ലൂമിനസ് സോൺ. ഓക്കെ, അപ്പം മിഡിൽ പോർഷനിലോട്ട് വരുന്നത് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൂമിനസ് സോൺ. അപ്പം ഏറ്റവും ഔട്ടർ മോസ്റ്റ് സോണിനാണ് എന്ത്, അത്രയ്ക്ക് ചൂട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത്. അപ്പം ഈ സോണിന് നമുക്ക് പല പേരുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് എ കാൻഡിൽ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ സോൺ ഉണ്ടല്ലോ,
ഇതിനെ നമ്മൾ ഈ ഔട്ടർ മോസ്റ്റ് വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇവിടെ എന്താ നടക്കുന്നത്, കംപ്ലീറ്റ് കമ്പഷൻ ആണ് കേട്ടോ. ദാറ്റ് സോൺ മീൻസ് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന ഒരു സോൺ ആണ് ഔട്ടർ മോസ്റ്റ് സോൺ എന്ന് പറയുന്നത്. അതിന്റെ കളർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ബ്ലൂ. ഓക്കെ, അപ്പം ബ്ലൂ ആണ് എന്തെന്ന് പറയുന്നത്, ഈ കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന ഔട്ടർ മോസ്റ്റ് സോൺ എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഹോട്ടസ്റ്റ് സോൺ ആണ്. ആ ഫ്ലെയിമിലെ ഹോട്ടസ്റ്റ് സോൺ ആണ് ഈ ഔട്ടർ മോസ്റ്റ് സോൺ എന്ന് പറയുന്നത്. ഹോട്ടസ്റ്റ് സോൺ ആയിരിക്കും ഏറ്റവും ഔട്ടറിലുള്ളത്. ഇനി നമ്മൾ ഈ മിഡിൽ പോർഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് എന്താണ്, പാർഷ്യൽ കമ്പഷൻ. പാർഷ്യൽ മീൻസ് എന്താണ്, പാതി മാത്രമേ എന്തുള്ളൂ, കമ്പഷൻ നടക്കുന്നുള്ളൂ. പാർഷ്യൽ കമ്പഷൻ ആണ് അതെന്ന് പറയുന്നത്, പാർഷ്യൽ കമ്പഷൻ. അതിന്റെ നിറം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് യെല്ലോ ആണ് കേട്ടോ, യെല്ലോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഈ ത്രെഡിനോട് അടുത്ത് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതാണ് വേപ്പേഴ്സ് ഓഫ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് എന്ന് പറയും. അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് വരുന്ന സോണാണ് ഈ ത്രെഡിന് അടുത്ത് വരുന്നത്. അതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പം ലീസ്റ്റ് ഹോട്ട് ആയിട്ടുള്ള പോർഷൻ ആണ് എന്ന് പറയുന്നത്, ഈ ത്രെഡിനോട് അടുത്ത് വരുന്നത് ലീസ്റ്റ് ഹോട്ട് ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ എന്താ, വളരെ കുറവായിരിക്കും. അപ്പം ഈ മോഡറേറ്റ്ലി ഹോട്ട് ആയിരിക്കണം എന്ത്, ഈ മധ്യ പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഏറ്റവും ഔട്ടർ മോസ്റ്റ് സോൺ കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നു. നിറം എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്, നോൺ ലൂമിനസ് സോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് സോണിന്റെ പേരാണ് നോൺ ലൂമിനസ് സോൺ. അപ്പൊ മിഡിൽ വരുന്നത് പാർഷ്യൽ കമ്പഷൻ ആണ്. അതിന്റെ നിറം എന്ന് പറയുന്നത് യെല്ലോ ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്, അതിന്റെ പേരാണ് ലൂമിനസ് സോൺ. ഓക്കെ, മിഡിൽ സോണിനെ പറയുന്ന പേരാണ് ലൂമിനസ് സോൺ. ലാസ്റ്റ് സോൺ ഏതാണ്, അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ക്യാരി ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത്, അത് ലീസ്റ്റ് ഹോട്ട് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡ് സ്മിത്ത്, അതായത് നമ്മൾ ഈ സ്വർണ്ണപ്പണിക്കാരെന്ന് പറയല്ലോ, ദേ ആർ നോർമലി യൂസിങ് ദ ഔട്ടർ മോസ്റ്റ് സോൺ ഓഫ് എ ഫ്ലെയിം. അവർ എന്തായിരിക്കും, ഈ ഔട്ടർ മോസ്റ്റ് സോൺ ആയിരിക്കും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കണം, കാരണം ഈ ഗോൾഡ് സ്മിത്ത് എന്നൊക്കെ പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാർ, അവര് ഗോൾഡ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ ആണ്. അപ്പൊ അതിനെയൊക്കെ മെൽറ്റ് ചെയ്യിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോൺ വേണം അവര് യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പൊ അത് ഏത് സോണാണ്, ഔട്ടർ മോസ്റ്റ് സോൺ ആയ നോൺ ലൂമിനസ് സോൺ ആണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം മെറ്റൽസ് മെൽറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ആ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫ്ലെയിമിന്റെ ഔട്ടർ മോസ്റ്റ് സോൺ ആയിട്ടുള്ള നോൺ ലൂമിനസ് സോൺ ആണ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഔട്ടർ മോസ്റ്റ് സോണിനെ ഗോൾഡ് സ്മിത്ത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ സ്ട്രക്ചർ ഓഫ് ഫ്ലെയിമിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ചില വസ്തുക്കൾ ബേൺ ചെയ്യുമ്പോൾ ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യും, ചില വസ്തുക്കൾ ബേൺ ചെയ്യുമ്പോൾ ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. വേപ്പറൈസ് ആവുന്ന, ബേണിംഗ് ടൈമിൽ വേപ്പറൈസ് ആവുന്ന വസ്തുക്കൾ മാത്രമേ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. വേപ്പറൈസ് ആകാത്ത വസ്തുക്കൾ ഫ്ലെയിമിനെ എന്ത് ചെയ്യത്തില്ല, പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെ വേപ്പറൈസ് ആകാത്ത ഒരു വസ്തുവിന് എക്സാമ്പിൾ ആണ് നമ്മൾ ചാർക്കോൾ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ടതാണ് എന്താ, ഒരു ഫ്ലെയിമിന് 3 സോൺ ആണുള്ളത്. ഔട്ടർ മോസ്റ്റ് സോൺ ഉണ്ട്, മിഡിൽ സോൺ ഉണ്ട്, ഇന്നർ മോസ്റ്റ് സോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് സോൺ ആയിരിക്കും ഹോട്ടസ്റ്റ് സോൺ എന്ന് പറയുന്നത്. മിഡിൽ സോൺ എന്ന് പറയുമ്പോൾ പാർഷ്യലി ഹോട്ട് ആയിരിക്കും, പാർഷ്യൽ കമ്പഷൻ ആണ്, മോഡറേറ്റ്ലി ഹോട്ട് ആയിരിക്കണം. ഇനി ലാസ്റ്റ് സോൺ എന്ന് പറയുമ്പോൾ ഇന്നർ മോസ്റ്റ് സോൺ പറയുമ്പോൾ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് ഹോട്ട് ആയിട്ടുള്ള സോൺ ആണെന്ന് പറയും. അപ്പൊ ഗോൾഡ് സ്മിത്ത് യൂസ് ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് സോൺ. ഔട്ടർ മോസ്റ്റ് സോണിന്റെ പേരാണ് നോൺ ലൂമിനസ് സോൺ. മിഡിൽ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ലൂമിനസ് സോൺ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യലേക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.